ഡിയേഴ്സ്, വെൽക്കം ടു സായ ഡിസൈൻസ്. എൻ്റെ പേര് സാൻഡ്ര. നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് വേറൊന്നുമല്ല, ഹൗസ് വാമിംഗ് ഒക്കെ ആയിട്ട് കുറച്ച് തിരക്കിലായിരുന്നു കേട്ടോ. അപ്പം നമുക്കില്ലേ ഒരു കുട്ടി നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ് ഒരു ഡ്രസ്സ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫീഡ് ചെയ്യുന്ന അമ്മമാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ടൈപ്പ് ആൾ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് അയച്ചു തന്നിട്ടുള്ളതാണ്. ആര്യ എന്നാണ് ആളുടെ പേര് കേട്ടോ. ഇതേ കണ്ടോ, ഈ ഒരു ടൈപ്പിലാണ് വന്നിട്ടുള്ളത്. ഇത് നല്ല കോട്ടൺ മെറ്റീരിയലിലാണ് ചെയ്തിട്ടുള്ളത്. വേറൊരു റെഡ് കളറും കൂടെ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് വീഡിയോ എടുത്ത സമയത്ത് ഈ ഡ്രസ്സ് ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. ആര്യ വിഭു എന്നാണ് ആളുടെ ഇൻസ്റ്റാഗ്രാം ID വരുന്നത് കേട്ടോ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കുട്ടി ചെയ്തു തരും, നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അതെ, ഇതാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് കേട്ടോ. അതായത് ഒരു ചെറിയൊരു സോഫയാണ്. നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. എപ്പോഴും മീഷോ ഫൈൻസ് ആണല്ലോ ഞാൻ ഇടാറ്. അപ്പോൾ ഇത് ഫ്ലിപ്കാർട്ടിൽ കണ്ടപ്പോൾ ഹൗസ് വാമിങ്ങിൻ്റെ ടൈമിന് അങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്കൊരു 5000 റേഞ്ചിലാണ് ഇത് വന്നിട്ടുള്ളത്. ഇത് ഓർഡർ ചെയ്യുന്ന സമയത്ത് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു, എങ്ങനെയാവും ഇത്ര വലിയ പ്രൊഡക്റ്റ്. ഇങ്ങനെ സോഫ ആയിട്ടൊന്നും നമ്മൾ ഇതുവരെ ഫ്ലിപ്കാർട്ടിൽ നിന്നൊന്നും വാങ്ങിയിട്ടില്ല. നമ്മളെപ്പോഴും മീഷോ ചെറിയ ഇലക്ട്രിക് സാധനങ്ങളൊക്കെ ആണല്ലോ വാങ്ങിച്ചിട്ട് റിവ്യൂ ചെയ്യാറുള്ളത്. അപ്പോൾ ഇതെനിക്ക് വീട്ടിലത്തേക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. ഈ ഒരു കളറും വാങ്ങിക്കണം തോന്നി, അപ്പം അങ്ങനെ വാങ്ങിയതാണ്. ഇതിങ്ങനെ ഭിത്തിയിലും മുട്ടിയിട്ടില്ല കേട്ടോ, അല്ലാണ്ട് തന്നെ ഇതിങ്ങനെ ഇരിക്കും. ഞാൻ ആദ്യം അവരുടെ ആ ഒരു റിവ്യൂ ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ഇങ്ങനെ ചാരി വെക്കുന്ന ടൈപ്പാണെന്ന്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ഇതേപോലെ 2 പില്ലോസ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ബെഡായിട്ട് യൂസ് ചെയ്യാം. സോഫ കം ബെഡ് എന്നാണ് ഇതിനെ പറയുന്നത്. പല കളേഴ്സ് അവൈലബിൾ ആണ്. എനിക്ക് വീടിൻ്റെ ആ ഒരു പെയിൻറ്റിങ്ങിന് സ്യൂട്ടായിട്ടുള്ള രീതിയിലാണ് ഞാൻ ഈ ഒരു കളർ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 2 പില്ലോസ് ഇതിൻ്റെ കൂടെ അവൈലബിൾ ആയിട്ടുണ്ട്. പില്ലോയ്ക്ക് നമ്മൾ ഭയങ്കരമായിട്ടുള്ള ഒരു തിക്കായിട്ടുള്ള ഒരു പില്ലോ ഒന്നും അല്ല. പില്ലോ ചെറിയ ക്വാളിറ്റി കുറവുണ്ട്, പക്ഷെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ഒരു റേറ്റിൽ സംഭവം എന്തായാലും അടിപൊളിയാണ്. ഇതിങ്ങനെ ഫോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ സോഫയായിട്ട് വെക്കുന്നത്. കണ്ടോ, ഇവിടുന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്യാം. എന്നിട്ട് ഫുള്ളായിട്ട് നിവർത്തി ഇടുമ്പോഴത്തേക്ക് നമുക്ക് ബെഡായിട്ടും കൂടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കണ്ടോ, ഇങ്ങനെയാണ്. പിന്നെ ലാസ്റ്റായിട്ട് ആ ഒരു ഫോൾഡ് വരുന്നില്ല. അത് നമുക്ക് നിവർത്തുവാണെന്നുണ്ടെങ്കിൽ ഒരു വലിയൊരു ബെഡായിട്ട് യൂസ് ചെയ്യാം. ഇത് പല സീറ്ററുണ്ട്. 1 സീറ്ററുണ്ട്, 2 സീറ്ററുണ്ട്, 3 സീറ്ററുണ്ട്, പിന്നെ 4 സീറ്ററൊക്കെ അവൈലബിൾ ആണ്. 4 സീറ്റർ വരെ ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ വാങ്ങിയിട്ടുള്ളത് 2 സീറ്ററാണ്. എനിക്ക് അവിടെ ആ ഒരു ഇപ്പം ഞാൻ ഇട്ടിരുന്ന ആ ഒരു സ്പേസ് ഇല്ലേ, അപ്പോൾ അവിടെ കറക്റ്റ് 2 സീറ്ററാണ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ വാങ്ങിയിട്ടുള്ളതാണ്. 2 സീറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു 3 ആൾക്ക് വരെ പക്ഷേ ഇരിക്കാൻ സാധിക്കുന്നുണ്ട്. ഞങ്ങൾ 3 പേര് ഇരുന്ന് നോക്കിയായിരുന്നു. അപ്പോൾ 2 സീറ്റർ എടുത്തപ്പോഴത്തേക്കും 3 പേർക്കൊക്കെ എന്തായാലും ഇരിക്കാം. ഒരുപാട് വണ്ണുണ്ടെങ്കിൽ നമുക്ക് പറ്റത്തില്ല. എന്നെയൊക്കെ പോലെ അല്ല, കുറച്ചും കൂടെയൊക്കെ വണ്ണമുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഒരു 3 പേർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ 2 സീറ്റർ എന്നാണ് അതിലുണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് അത്യാവശ്യം സ്പേസ് കിട്ടും. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിലെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഫോമാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ടാഗ് പ്രൊഡക്ട്സിൽ കൊടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ കൊടുത്തേക്കാം കേട്ടോ. ടാഗ് പ്രൊഡക്ട്സിൽ ഫ്ലിപ്കാർട്ടിലെ പ്രൊഡക്ട്സൊക്കെ സാധാരണ കൊടുക്കാൻ പറ്റാറുണ്ട്. ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാം. നമുക്ക് സിബ് ഉണ്ട്. അപ്പോൾ നമുക്ക് വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഉള്ളിൽ ഫോമാണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത്. അപ്പോൾ നമുക്ക് പുറത്തെടുത്തിട്ട് വാഷ് ചെയ്യാമെന്നൊക്കെ അതിലുണ്ടായിരുന്നു. ഞാനിതുവരെ നോക്കിയിട്ടില്ല. ഇതിങ്ങനെ തിരിച്ച് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് സോപ്പ് പോലെ തന്നെ ആക്കിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. കണ്ടോ, ബാക്കിൽ നിന്നും കൂടെ ഒരു ഫോൾഡിങ്ങിനെ വരും. നമുക്ക് ആദ്യം നമ്മൾ തുറന്നില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ പൊക്കിയാൽ മതി. അപ്പോൾ ബാക്ക് സൈഡിൽ നിന്നും കൂടെ ഒരു ഫോൾഡ് വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കാം. ഇങ്ങനെ ആരും ഇരിക്കാറില്ല, എന്നാലും ഇങ്ങനെ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇതിങ്ങനെ പൊക്കിയിട്ട് ബാക്ക് പോർഷൻ ഒന്ന് കയറ്റി കൊടുക്കുക. കണ്ടോ, എന്നിട്ട് സോഫ പോലെ ആക്കാം. ഇങ്ങനെയാണ് വരുന്നത്. അത്യാവശ്യം സ്പേസ് ഇല്ലേ ഇതിൽ, കണ്ടോ. എനിക്കെന്തായാലും ഈ ഒരു റേറ്റിന് നല്ല പ്രൊഡക്റ്റായിട്ട് തോന്നി. പിന്നെ ഇത് നമ്മുടെ ഗിഫ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ പറയാം കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിതൊരു ഫസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ ആദ്യം നമുക്ക് നറുക്കെടുത്ത് കിട്ടുന്ന ആൾക്ക് വേണമെങ്കിൽ ഇത് കൊടുക്കാം. ഞാനങ്ങനെ വിചാരിച്ചു. ഇത്ര റേറ്റ് വരെയൊക്കെ പോകണമെന്ന് ഞാൻ ഓർത്തതല്ല. പക്ഷേ നോക്കാം, നിങ്ങൾ കമൻറ്റ് ചെയ്യൂ, അതനുസരിച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് മാത്രമേ കാണിക്കുന്നുള്ളൂ. വീഡിയോസൊക്കെ ചെറിയ ലാഗ് വരുന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, എന്താണ് ഗിഫ്റ്റിൻ്റെയൊക്കെ എന്തായെന്ന് ചോദിച്ചിട്ട്. നമ്മളിനി കണ്ടിന്യൂസ് വീഡിയോ ഇടുന്നതായിരിക്കും. മടിയിലിരിക്കുന്ന ആളൊക്കെ ഉള്ളത് കൊണ്ടിട്ട് നമ്മൾ പുതിയ വീട്ടിൽ ഞാനും ഹസ്ബൻഡും മോനും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടൊന്ന് ശരിയായി വരുന്നേ ഉള്ളൂ. ഇനി മുതൽ കണ്ടിന്യൂസ് വീഡിയോ ഉണ്ടായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.